ഒരു കുഞ്ഞി പ്രപ്പോസൽ കഥ. എൻ്റെ ലൈഫിലെ വളരെ ഹാപ്പി ആയിട്ടുള്ളതും പ്രീഷ്യസ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു മൊമെൻറ്റാണ് കേട്ടോ ഇത്. ഞാൻ കൂടുതൽ കഥകൾ പറയുന്നില്ല, ഇതിൻ്റെ റിയൽ ഓഡിയോ തന്നെ വെക്കണമെന്ന് എനിക്കുണ്ട്. കുഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയാം. കഴിഞ്ഞ വർഷം ജൂൺ 7-ാം തീയതി ഞങ്ങൾക്കൊരു പ്രീ വെഡിങ് പാർട്ടി ഉണ്ടായിരുന്നു മ്യൂണിക്കിൽ. അതിനുവേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള സിറിയക്കും അഞ്ജുവും മ്യൂണിക് വിസിറ്റ് ചെയ്തപ്പം നമുക്ക് മ്യൂണിക്കിൽ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാം, അവിടെ പോയിട്ട് കുറച്ച് അവരുടെ ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിറങ്ങിയ കൂട്ടത്തിൽ ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കാമെന്ന പ്ലാൻ ഉള്ളതുകൊണ്ട് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. പിന്നെ ആണ് ബാക്കിയെല്ലാം സംഭവിച്ചത്. ഞാൻ റിയൽ ഓഡിയോ അവിടെ വെക്കുന്നു. ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന സിറിയക്കാണ്, വീഡിയോ അഞ്ജു എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വിചാരം അവളും ഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടു. വർത്താനം പറ. നിന്നെ കാണിക്കാം, നീ നിന്നോ. ഉണ്ടപ്പോ തല ഇച്ചിരി ചിണ്ടാ. യെസ് മോനെ പൊളിച്ചു. വീഡിയോ എടുക്കുന്നില്ലേ? ആ തുള്ളിച്ചാട്ടം കണ്ടോ? ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ ലൈഫിൽ. പിന്നെ ഇതാ കേട്ടോ, അവനെനിക്ക് വാങ്ങിത്തന്ന റിങ്. സിംഗിൾ സ്റ്റോൺ റിങ് കിട്ടാത്തതുകൊണ്ട് അവനെനിക്കൊരു സിംഗിൾ ഡയമണ്ട് പെൻഡനും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഒരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ യൂഷ്വൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ യെസ് പറയണമല്ലോ, പക്ഷെ ഞാൻ യെസ് പറയാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് അങ്ങനെ ഒരു കാര്യമേ ഞാൻ പറഞ്ഞില്ല. പിന്നെ കാറിലൊക്കെ കയറി കുറേ മണിക്കൂറിന് ശേഷം ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ യെസ് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഈ ഫോട്ടോ എനിക്കിഷ്ടമാണ്. സഖാക്കന്മാരൊക്കെ നിൽക്കുന്നതല്ലേ ഡിജയുടെ പോസ് കാണാൻ. പിന്നെ അന്ന് ഞങ്ങളെടുത്ത് സെൽഫി സിറിയക്കും അഞ്ചുകൊണ്ട്. ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സിന് ഇവരാണ് സാക്ഷികളായത്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ.